എഐയിലെ നെക്സ്റ്റ് ബിഗ് ലീപ്പാണ് ഏജന്റിക് എഐ. ഞാൻ ഈ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് 2025 ഈസ് ഓൾ അബൌട്ട് ഏജന്റിക് എഐ എന്നുള്ളത്. ഇന്നലെ മൈക്രോസോഫ്റ്റിന്റെയും ഗൂഗിളിന്റെയും IO ഇവന്റ്സ് നടന്നിട്ടുണ്ട്. അതിലും അവർ ഇതന്നെ കൂടുതൽ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ എന്താണ് ഏജന്റിക് എഐ എന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾക്ക് ഇതിന് മുന്നേ ഒരു ചാറ്റ് ജിപിടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്യാൻ എപ്പോഴും നമ്മളൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റ് ഒരു ഇൻപുട്ട് കൊടുത്താൽ അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുക, നമ്മൾ ട്രാവൽ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ജിപിടി ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം എന്താ ഒരു ഐറ്റിനറി ക്രിയേറ്റ് ചെയ്ത് തരും. ഇത്ര ദിവസം എവിടെയൊക്കെ സ്പെൻഡ് ചെയ്യണം, ഏത് സ്ഥലം നല്ലത്, അവിടെ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിനപ്പുറം കൂടുതലൊന്നും ചെയ്തു തരാൻ കഴിയില്ല അല്ലേ. പക്ഷേ ഒരു ഏജന്റിക് എഐ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹിസ്റ്ററി ആയിട്ട് കണക്റ്റഡ് ആണ്, നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് കലണ്ടർ ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഡിസൈഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏത് വീക്കെൻഡ് ആണ് അല്ലെങ്കിൽ ഏത് ദിവസമാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ Booking.com പോയിട്ട് അത് തന്നെ സ്വയം ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരും. നിങ്ങൾക്ക് ഫ്ലൈറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പം എമിറേറ്റ്സിന്റെ സൈറ്റിൽ പോയിട്ട് അത് തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തരും. നിങ്ങളുടെ മുന്നത്തെ പ്രിഫറൻസ് ബേസ് ചെയ്തിട്ട് തന്നെ ഈ വെക്കേഷൻ മൊത്തം അത് പ്ലാൻ ചെയ്ത് ടിക്കറ്റ്സും കാര്യങ്ങളും ഹോട്ടൽസും എല്ലാതും സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് തരും. അപ്പം എല്ലാതും ഓട്ടോമാറ്റിക്കലി അത് തന്നെ സ്വയം ഡിസിഷൻ എടുത്തിട്ട് അത് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഏജന്റിക് എഐന്റെ ഒരു സിമ്പിൾ ആൻഡ് നൈവ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഞാൻ ഈ ഏജന്റിക് എങ്ങനെ എന്റെ വർക്കിൽ യൂസ് ചെയ്യുന്ന കൂടി ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് യൂസർ ടിക്കറ്റ്സ് ഉണ്ടാക്കണം. അതായത് എഞ്ചിനീയേഴ്സ് എന്തൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓരോ ടിക്കറ്റ്സ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡാറ്റാബേസ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഡാറ്റാബേസിൽ കുറച്ച് ടിക്കറ്റ്സ് ഉണ്ടാക്കണം. അതായത് ഡാറ്റാബേസ് ഓർഡർ ചെയ്യാൻ ഒരു ടിക്കറ്റ് വേണം, എന്നിട്ട് അതിന്റെ ഫയർവാൾ ക്ലിയറൻസ്, അതിനുള്ളിൽ കുറേ യൂസേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് കുറേ എഞ്ചിനീയേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ അവരെ യൂസർ അക്കൗണ്ട് അതിനുള്ളിൽ ഉണ്ടാക്കണം. അതുപോലെ ഞങ്ങൾക്കൊരു ഡാറ്റാബേസ് മോഡൽസ് ഉണ്ട്, ടേബിൾസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ടേബിൾസിന്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും സ്കീമൊക്കെ അതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കുറേ ടാസ്ക് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ ദിവസം ഓരോന്നിന് പോകണമെങ്കിൽ നമുക്ക് ഓരോ ഡെവലപ്പേഴ്സിന് ടിക്കറ്റ്സ് കൊടുക്കണം. ഇനി ഞാനൊരു ഏജന്റിക് എഐ യൂസ് ചെയ്തിട്ട് എന്ത് വെച്ചാൽ ഞാൻ അതിന് പുതിയ ഡാറ്റാബേസ് കൊണ്ടുവരികയാണെങ്കിൽ ആ ഡാറ്റാബേസിന് ഡീറ്റെയിൽസ് മാത്രമേ കൊടുക്കും. അതിന്റെ IP അഡ്രസ്സും അതിന്റെ ആക്സസിങ് പോർട്ടും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഏജന്റിക് എഐ തന്നെ സ്വയമായിട്ട് ഞങ്ങൾ ജീറയിൽ പോയിട്ട് ടിക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്തോളും. ഡെവലപ്പേഴ്സിന് ആവശ്യമുള്ള ഫയർവാൾ ക്ലിയറൻസും കാര്യങ്ങളുണ്ടെങ്കിൽ അത് തന്നെ സ്വയം ഫയർവാൾ റിക്വസ്റ്റും കാര്യങ്ങളും റേസ് ചെയ്തോളും. പിന്നെ യൂസേഴ്സ് ക്രിയേഷന് വെറുതെ എഞ്ചിനീയേഴ്സിന് ടിക്കറ്റ് ഉണ്ടാക്കേണ്ട, അത് തന്നെ സ്വയം യൂസേഴ്സിനെയും ക്രിയേറ്റ് ചെയ്തോളും. സ്കീമ ക്രിയേഷൻ അല്ലെങ്കിൽ ടേബിൾ സ്ട്രക്ചേഴ്സ് ക്രിയേഷൻ, അപ്പോൾ ഇതിനൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിന്റെ ടൈം ഇവിടെ ഒരുപാട് സേവ് ചെയ്യാം. ഇതൊരു ഓട്ടോമാറ്റിക്കലി ഇത് നടന്നോളും. പുതിയ ഡാറ്റാബേസ് വരുമ്പോൾ എനിക്ക് ജസ്റ്റ് നമ്മൾ എക്സൽ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കും. ആൻഡ് ആ ടൈം ഞങ്ങൾ ഡെവലപ്പേഴ്സിന് വേറെ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പം ഇതാണ് ഒരു ഏജന്റിക് എഐന്റെ പ്രത്യേകത. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് MCP പ്രോട്ടോകോൾ, A2A പ്രോട്ടോകോൾ, ഇതൊക്കെയാണ് ഏജന്റിക് എഐ യൂസ് ചെയ്യുന്ന മെയിൻ പ്രോട്ടോകോൾസ്. ആൻഡ് ഇന്നലെ ഇപ്പം ഗൂഗിളും ഇതുപോലെ ഗൂഗിളിന്റെ IOയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെങ്ങനെയാണ് ഗൂഗിൾ കലണ്ടറും ഡ്രൈവും ഫോട്ടോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്കായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഏജന്റിക് എഐ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇൻട്രസ്റ്റ് ആണ്, യൂട്യൂബിൽ ആ വീഡിയോ കണ്ടോക്കാം. സോ ഇതാണ് ഏജന്റിക് എഐ ആൻഡ് ദിസ് ഈസ് ദ ബിഗസ്റ്റ് ലീപ്പ്. ആൻഡ് ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എന്തെങ്കിലും പ്രൊജക്ട്സും വർക്കൊക്കെ ചെയ്ത് നോക്കുക. ഏജന്റിക് എഐന്റെ ഡെവലപ്മെന്റ് പഠിക്കുന്നത് ഭയങ്കര സ്കോപ്പുള്ളതാണ്. അതുപോലെ തന്നെ കോഡിംഗ് അത്ര ഇഷ്ടപ്പെടാത്തവർക്കാണ് ഇതിന്റെ നോട്ട് ടൂൾസ് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഏജന്റിക് ടൂൾസ് യൂസ് ചെയ്താണ്ട് എങ്ങനെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതിനും നല്ല സ്കോപ്പ് വരുന്നേക്കാരം. അപ്പം ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ പെർസ്യൂ ദാറ്റ് കരിയർ ഓൾസോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.